അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അന്ധമായ രാഹുൽ വിരോധമാണോ താങ്കളെ കൊണ്ട് ഈ തന്ത്രപരമായ പാളിച്ച എന്ന് പറയിപ്പിച്ചത്? ആ പ്രസംഗം മുഴുവൻ കേട്ടിരുന്നുവെങ്കിൽ അങ്ങനെ പറയുമായിരുന്നില്ല എന്നാണ് നിജേഷ് പറയുന്നത്. കൃത്യമായും ഹിന്ദുയിസത്തെയും ഹിന്ദുത്വത്തെയും നിർവചിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് പ്രസംഗം നടത്തിയത്. ആ പ്രസംഗം സെൽഫ് ഗോൾ അല്ല എന്നാണ് നിജേഷിന്റെ വാദം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ഇവിടെ നെഹ്റുവിനെ കുറിച്ച് ഓർക്കുന്നത് രാഹുൽ ഗാന്ധിയോടുള്ള വിപ്രതിപത്തിയാണ് ധരിക്കരുത്. ഇന്ത്യ രാജ്യം മതരാഷ്ട്രമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മതരാഷ്ട്രീയത്തിന് സഹായകരമായ ചർച്ചകൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് സന്യാസിമാർ നിറഞ്ഞൊരു പാർലമെൻറ്റായിരുന്നു. ആ സന്യാസിമാർ നിറഞ്ഞ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി കയറി വരുമ്പോൾ ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നൊരു പാർലമെൻറ്റായിരുന്നു. ആ പാർലമെൻറ്റിനകത്തേക്ക് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ചത് അങ്ങനെ വിളിക്കുന്നവരെ അല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നവരെയാണ്. അതുകൊണ്ട് ഭരണഘടനയ്ക്കകത്ത് ഹിന്ദുയിസം അതാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധ വേണ്ടത്. എന്താണ്? ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുമ്പോൾ ഹിന്ദുമതം ഹിന്ദുയിസം ഇതിലേത് വേണം? ഹിന്ദുമതം ഹിന്ദുയിസം ഇതിലേത് വേണം? ഇന്ത്യക്ക് ഹിന്ദുമതത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വയല്ല വേണ്ടത്, ഹിന്ദുയിസത്തെയാണ് വേണ്ടത്. ആ ഹിന്ദുയിസം മോദി പറയുന്നതല്ല എന്ന വാദം ഉന്നയിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് മതത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രക്രിയയുള്ള ഒരു രാജ്യമായി പരിമിതപ്പെടുകയാണ്. അങ്ങനെയല്ല അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, കാരണം തൊട്ടു പിന്നാലെ ഇസ്ലാമിക മതചിഹ്നം എടുത്ത് കാട്ടുന്നു, അതിന് തൊട്ടു പിന്നാലെ ഗുരുനാനാക്കിന്റെ ചിത്രം എടുത്ത് കാട്ടുന്നു, മഹാവീരന്റെ ചിത്രം കാട്ടുന്നു, ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നു, എല്ലാം ഒന്ന് അഭയമുദ്ര കാണിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം അതിനെ സമർത്ഥിക്കുന്നത്. അവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത്. മതത്തെ ഒരു വിഷയമാക്കി നമ്മുടെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ ദുർബലപ്പെടുത്തും. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ സംസാര ഇടമായി പാർലമെൻറ്റ് മാറട്ടെ. മറ്റേ നമുക്ക് അക്കാഡമിക് സെമിനാറുകൾ നടത്താം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടാണ് വിശദീകരിച്ചത്. അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞാൻ അതിലേക്ക് അധിക സമയം നിൽക്കുന്നില്ല. ഒപ്പം മറുപടി കൂടി വേണം. ഇന്ന് ചർച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മാത്രമല്ല, കെ വി സരിദാസിനോട് മറുപടി കൂടെ കൊടുക്കണം സർ. അല്ലല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമല്ല പറഞ്ഞത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം പറഞ്ഞാൽ കുറച്ചുകൂടെ ദീർഘമായിട്ട് പറയാണ്ട്, ഞാൻ അതിലേക്ക് കടന്നേയില്ല. ഞാൻ പറയുന്നത് ഈ പാർലമെൻറ്റിലെ ജനവിധി എന്താണ്? ഇതാണ് എൻ്റെ ചോദ്യം. ആ ജനവിധി ഇതായിരുന്നില്ല. ആ ജനവിധിയുടെ അന്തസ്സത്ത് ഉയർത്തി ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന പാർലമെൻറ്റായി വരണം. നരേന്ദ്രമോദി രക്ഷപ്പെട്ടു പോകുന്ന വിധം അദ്ദേഹത്തിന് സഹായകരമായ ഒരു പന്തങ്ങോട്ട് ഇട്ടുകൊടുക്കുന്നതാണ് എന്റെ കേസ്. അയോധ്യയിൽ പോലും ഹിന്ദുയിസം എന്ന മേനി നടിച്ചവരെ പരാജയപ്പെടുത്തില്ലേ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നു, പണ്ട് രാവണനൻ ആരെയൊക്കെയാ കേട്ടത്? മേഘനാഥനെയും കുംഭകർണനെയും. ഇപ്പോൾ മോദി കേൾക്കുന്നത് ആരെയാണ്? അംബാനിയെയും കേൾക്കുന്നു മോദി എന്നാണ് പറയുന്നത്. അപ്പോൾ അമിത്ഷായും അംബാനിയുമാണ് കേൾക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ സമീകരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും എന്താണ് മോദിയുടെ ഹിന്ദുത്വവും രാഹുൽ ഗാന്ധിയുടെ ഹിന്ദുയിസവും തമ്മിലുള്ള വ്യത്യാസം. അത് കേൾക്കണ്ടേ? അത് പറയണ്ടേ ഒരാൾ? അത് പാർലമെന്റിന്റെ ഡിസ്കഷൻ ബേസ് ആകരുത്. നിങ്ങൾക്ക് ആശയം പൊതുമണ്ഡലത്തിൽ പറയാൻ ഒരു തടസ്സവും ഇല്ല. രാഹുൽ ഗാന്ധിക്കും പറയാം, ഞങ്ങളും പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ ഇത്. പക്ഷെ ഇന്ത്യൻ പാർലമെന്റിലെ ഫോക്കസ് എന്തായിരിക്കണം? ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു സെക്കുലർ പാർലമെന്റ് ആകുമ്പോൾ ജനങ്ങളുടെ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ചർച്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നാളെയും നിങ്ങൾ പരാജയപ്പെടാൻ പോവുകയാണ്. നരേന്ദ്രമോദിയുടെ അജണ്ടയിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഞാൻ മതനിരാസം പറഞ്ഞില്ല. കർഷകന്റെ പ്രശ്നങ്ങളും തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളും ഉയർത്തുന്നത് മതനിരാസമല്ല, മതപ്രശ്നങ്ങൾ ഉയർത്തുന്നതാണ് പ്രശ്നം, മതചിഹ്നങ്ങൾ ഉയർത്തുന്നതാണ് പ്രശ്നം. അതാണ് അതിന് മറുപടിയില്ല. അതിന് മറുപടി കിട്ടാത്ത എന്തുകൊണ്ട്? അതിന് മറുപടി കിട്ടാൻ പറ്റാതിരുന്നത് മറുഭാഗത്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള മറ കൂടി കൊടുത്തിരിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് വീശാനുള്ള വിശറി കൊടുക്കരുത്. ആ വിശറി കൊടുത്ത് അതിൻ്റെ മറയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും രക്ഷപ്പെട്ടു പോവുകയാണ്. അവരവരുടെ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ പറയുന്നത് പാർലമെന്റിനകത്ത് ഉന്നയിക്കുന്ന വിഷയങ്ങൾ മതനിരാസത്തിൻ്റെതാകണമെന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് മനുഷ്യ ജീവിത പ്രശ്നങ്ങളായിരിക്കണം. നരേന്ദ്രമോദി അതെ, ഞങ്ങളുടെ സമരത്തെ കുറിച്ച്, നീറ്റിനെ കുറിച്ച്, മണിപ്പൂരിനെ കുറിച്ച് പറയുന്നു.
അവിടെയാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. ഇതിൽ മതപരമായ ശരിയത് തെറ്റെന്നുള്ളത് തീരുമാനത്തിന്റെ വിഷയം ഇന്ത്യൻ പാർലമെന്റിന്റെ വിഷയമല്ല. വോട്ടെടുത്തിട്ട് ഹിന്ദുത്വമാണോ ഹിന്ദുയിസമാണെന്നോ തീരുമാനിക്കേണ്ടത്? ഒരു വോട്ടെടുപ്പ് നടത്തിയിട്ട് ഹിന്ദുത്വമാണോ ഹിന്ദുയിസമാണോ തീരുമാനിക്കേണ്ടത്? ചോദ്യം ശ്രീ അനിൽകുമാർ, ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് ഏറ്റവും അനുഗുണമായത് എന്താണ്? ഇസ്ലാമോഫോബിയയും ഹിന്ദുത്വ രാഷ്ട്രീയവുമല്ലേ? നരേന്ദ്രമോദിക്ക് ഏറ്റവും അനുകൂലമായത് ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷത്തിനെതിരെ കടന്നാക്രമണം നടത്താനും സംവിധാനങ്ങൾ ഉപയോഗിക്കാനും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ കൈക്കിട്ടിയത്. അതുപയോഗിച്ച് വർഗീയ ഭ്രാന്ത് പറഞ്ഞത്. രാഹുൽ ഗാന്ധി അതിനുള്ള മറുപടി അതല്ല പ്രസംഗിച്ചത്. ആ പ്രധാനമന്ത്രിയുടെ കാണേണ്ടത്. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, അഗ്നിവീറിനെ കുറിച്ച് കർഷകരെ കുറിച്ച് പറയുന്നു, നീറ്റിനെ കുറിച്ച് പറയുന്നു, അടിസ്ഥാന വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു, ഞങ്ങളിതിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ കൂട്ടിക്കുഴച്ചപ്പോൾ ഫോക്കസ് പോവുകയും എതിരാളിയുടെ കയ്യിൽ ഒരു പന്ത് കൊടുക്കുകയും ചെയ്തു. മതരാഷ്ട്രീയത്തിന്റെ കളത്തിലല്ല കളിക്കേണ്ടത്. Debate with Arun Kumar.